അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 36. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും കാലത്ത് അറബി ലിപിയിൽ പുള്ളിയും ഹർക്കത്ത്, സുക്കൂൻ മുതലായവയും നടപ്പിലുണ്ടായിരുന്നില്ല. അബ്ദുൽ മലിക്കിൻ്റെ ഖിലാഫത്ത് ഹിജ്റ 65-86 കാലത്ത് ഹജ്ജാജ് ഇബ്നു യൂസഫിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് അവ മുസഫിൽ നടപ്പാക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അബ്ദുൽ അസ്വദ് അലി റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി മുസഫിൽ അക്ഷരങ്ങൾക്ക് പുള്ളിയും മറ്റും കൊടുത്തതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഇത് സമുദായത്തിന് ലഭിച്ച മഹത്തായ ഒരു അനുഗ്രഹം തന്നെ. അതില്ലായിരുന്നുവെങ്കിൽ ഖുർആനിൽ എത്രയോ ഭിന്നിപ്പുകൾ ഉണ്ടാകുമായിരുന്നു. കാലക്രമത്തിൽ ഇവയ്ക്ക് പുറമെ സൂറത്തുകളുടെ പ്രാരംഭങ്ങളും പേരുകളും പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ടു. ഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ജുസുകളും റുക്കൂകളും ഓരോ ഭാഗങ്ങളുടെയും 1/4, 1/2, 3/4 മുതലായവയും നിർണയിക്കപ്പെട്ടു. നിറുത്തി വായിക്കേണ്ടതും ചേർത്ത് വായിക്കേണ്ടതുമായ സ്ഥാനങ്ങൾക്ക് പ്രത്യേകം അടയാളങ്ങളും ചിഹ്നങ്ങളും നൽകപ്പെട്ടു. ഇങ്ങനെയുള്ള പരിഷ്കരണങ്ങളെല്ലാം പിന്നീടുണ്ടായതാകുന്നു. ഇതെല്ലാം മുസഫുകൾ തുറന്നു നോക്കിയാൽ കാണാവുന്നതാണ്. വഖ്ഫും വസ്ലും. ഖുർആൻ വായനയിൽ പ്രത്യേകം മനസ്സിരുത്തേണ്ട കാര്യങ്ങളാണ് വഖ്ഫും വസ്ലും. നിർത്തി വായിക്കുക അഥവാ രണ്ടു പദങ്ങൾക്കിടയിൽ മുറിച്ചു ചൊല്ലുകയാണ് വഖഫ്. നിർത്താതെ കൂട്ടിച്ചേർത്ത് വായിക്കലാണ് വസ്ൽ. നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താതെയോ നേരെമറിച്ച് വായിക്കുന്ന പക്ഷം ചിലപ്പോൾ വാക്യങ്ങളുടെ അർത്ഥത്തിൽ മാറ്റമോ അവ്യക്തതയോ സംഭവിച്ചേക്കും. അതുകൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞത്. ഗൗനിക്കേണ്ട മറ്റൊരു വിഷയമാണ് മദ്, ദീർഘം. മദ്ദുകളിൽ അല്പം മാത്രം ദീർഘിപ്പിക്കേണ്ടതും കൂടുതൽ ദീർഘിപ്പിക്കേണ്ടതുമുണ്ട്. ഒരക്ഷരം മറ്റൊരു അക്ഷരത്തിന് മുമ്പിൽ വരുമ്പോൾ തമ്മിൽ മുറിച്ചു ചൊല്ലേണ്ടതും ഒന്നൊന്നിൽ ചേർത്തു ചൊല്ലേണ്ടതുണ്ടെന്നും ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന പല അറബി ഗ്രന്ഥങ്ങളും കാണാം. അറബി മലയാളത്തിലും ചിലതെല്ലാം നിലവിലുണ്ട്. മലയാള ലിപിയിൽ ഈ വക വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുവാൻ സൗകര്യം പോരാ. ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഓരോന്നും അതതിൻ്റെ സ്ഥാനങ്ങളിൽ ഓർമ്മിക്കുവാനായിട്ടത്രേ മുസഫുകളിൽ ചില ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തി വരുന്നത്. അവയിൽ കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്നവയും അവയുടെ ഉദ്ദേശങ്ങളും ഇവിടെ ചുരുക്കി വിവരിക്കാം. കാര്യകാരണ സഹിതം വിശദീകരിച്ചു വിവരിക്കുവാൻ ഇവിടെ സൗകര്യമില്ല.